കോയമ്പത്തൂരിലെ തിരക്കേറിയ ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് ജർമ്മനിയിലെ പുകയുന്ന ചിമ്മിനികളിലേക്ക് നീളുന്ന ഒരു പാത സങ്കല്പിക്കുക. ആരും അധികം ശ്രദ്ധിക്കാതെ ഒരു ജർമ്മൻ അയൺ ഫൗണ്ടറി സ്വന്തമാക്കിക്കൊണ്ട് ഒരു കമ്പനി തങ്ങളുടെ സാമ്രാജ്യം അവിടെ വിപുലീകരിച്ചിട്ടുണ്ട്. ഇന്ന് ആഗോളതലത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡാറ്റാ സെന്ററുകൾക്ക് ജീവൻ നൽകുന്ന ബാക്കപ്പ് പവർ സംവിധാനങ്ങളുടെ നട്ടെല്ലായി ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നു. ഒരു കാലത്ത് ലളിതമായ മെഷീൻ വർക്കുകൾ ചെയ്തിരുന്ന ആ പഴയ വർക്ക്ഷോപ്പ് ഇന്ന് ഇന്ത്യയിലെ ഓട്ടോമേറ്റഡ് സ്റ്റോറേജ് മേഖലയിലെ അധികായന്മാരായി മാറിയിരിക്കുന്നു. ക്രാഫ്റ്റ്സ്മാൻ ഓട്ടോമേഷൻ എന്ന കമ്പനിയുടെ നിങ്ങൾക്കറിയാത്ത എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങൾ മനസ്സിലാക്കാം. വെൽക്കം ടു നോ യുവർ കമ്പനി. പഴയകാല ഓട്ടോ അനുബന്ധ വ്യവസായങ്ങളെ നിരീക്ഷിക്കുന്ന ഒരാൾക്ക് ക്രാഫ്റ്റ്സ്മാൻ ഓട്ടോമേഷനെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. 1986 കോയമ്പത്തൂരിൽ തുടങ്ങി എഞ്ചിൻ ഘടകങ്ങളുടെ പ്രിസിഷൻ മെഷീനിങ്ങിലൂടെ ഇന്ത്യയിലെ വമ്പൻ ട്രാക്ടർ വാണിജ്യ വാഹന നിർമ്മാതാക്കളുടെ വിശ്വസ്ത പങ്കാളിയായി മാറിയ ചരിത്രമാണ് അവരുടേത്. എന്നാൽ ഇന്ന് ആ പഴയ നിർവചനങ്ങൾ കൊണ്ട് മാത്രം ഈ കമ്പനിയെ അളക്കാൻ കഴിയില്ല. 2026 സാമ്പത്തിക വർഷത്തിൽ 8069 കോടി രൂപ ഏകീകൃത വരുമാനം നേടിയ ക്രാഫ്റ്റ്സ്മാൻ ഇന്ത്യയിലും ജർമ്മനിയിലുമായി വ്യാപിച്ചു കിടക്കുന്ന 3 വ്യത്യസ്ത ബിസിനസ് മേഖലകളിലൂടെ കരുത്ത് തെളിയിക്കുന്നു. വരുമാനത്തിന്റെ 59% അലുമിനിയം ഉൽപ്പന്നങ്ങളിൽ നിന്നും, 27% പവർ ട്രെയിൻ വിഭാഗങ്ങളിൽ നിന്നും, ബാക്കി 14% ഇൻഡസ്ട്രിയൽ ആൻഡ് എഞ്ചിനീയറിംഗിൽ നിന്നുമാണ് വരുന്നത്. ചുരുക്കത്തിൽ ഒരു ചെറിയ വർക്ക്ഷോപ്പിൽ നിന്ന് ആഗോള ഇൻഡസ്ട്രിയൽ ഭീമനിലേക്ക് ക്രാഫ്റ്റ്സ്മാന്റെ ഈ വളർച്ച കേവലം ഒരു ബിസിനസ് വികാസമല്ല, മറിച്ച് കൃത്യമായ പ്ലാനിങ്ങിലൂടെയുള്ള ഒരു വേഷപ്പകർച്ചയാണ്. 1986 കോയമ്പത്തൂരിൽ ശ്രീനിവാസൻ രവി എന്ന 1ാം തലമുറ സംരംഭകനാണ് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി ക്രാഫ്റ്റ്സ്മാൻ ഓട്ടോമേഷൻ തുടക്കമിട്ടത്. 2000 കമ്പനി അലുമിനിയം ഫൗണ്ടറി പ്രവർത്തനങ്ങളിലേക്ക് വികസിക്കുകയും ISO സർട്ടിഫിക്കറ്റുകൾ നേടിയെടുക്കുകയും ചെയ്തു. കൂടാതെ ജംഷഡ്പൂർ, പൂനെ, ഫരീദാബാദ് എന്നിവിടങ്ങളിലെ പ്രമുഖ വാഹന നിർമ്മാതാക്കളുടെ പ്ലാന്റുകൾക്ക് സമീപം സാറ്റലൈറ്റ് യൂണിറ്റുകൾ സ്ഥാപിക്കാനും ഇവർക്ക് സാധിച്ചു. 2007 കോൾസ്റ്റോൾ എന്ന കമ്പനിയുമായി ചേർന്ന് തങ്ങളുടെ ആദ്യത്തെ സംയുക്ത സംരംഭത്തിന് ക്രാഫ്റ്റ്സ്മാൻ തുടക്കമിട്ടു. ഇതേ കാലയളവിൽ തന്നെ നെതർലാൻഡിൽ ഒരു സബ്സിഡിയറി കമ്പനിയും അവർ ആരംഭിച്ചു. തുടർന്ന് 2021 മാർച്ചിൽ BSEയിലും NSEയിലും കമ്പനി ലിസ്റ്റ് ചെയ്യപ്പെട്ടു. IPO സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ വളർച്ച കൈവരിച്ച കമ്പനിയുടെ ഇന്നത്തെ വിപണി മൂല്യം ഏകദേശം 21,000 കോടി രൂപയ്ക്ക് അടുത്താണ്. ക്രാഫ്റ്റ്സ്മാന്റെ ഇന്നത്തെ സാമ്രാജ്യം പരിശോധിച്ചാൽ ഓരോ ബിസിനസ് വിഭാഗവും വ്യത്യസ്തമായ കഥകൾ പറയുന്നതായി നമുക്ക് കാണാം. വരുമാനത്തിന്റെ കാര്യത്തിൽ കുതിച്ചുപായുന്ന ഒന്നാമൻ അലുമിനിയം ഉൽപ്പന്നങ്ങളാണ്. 2026 സാമ്പത്തിക വർഷത്തിൽ 58% വളർച്ചയോടെ 4,789 കോടി രൂപ വരുമാനം നേടി കമ്പനിയുടെ മൊത്തം വരുമാനത്തിന്റെ 59% ഈ വിഭാഗം സ്വന്തമാക്കി. അതേസമയം കമ്പനിയുടെ അടിത്തറയായ പവർ ട്രെയിൻ വിഭാഗം 2,179 കോടി രൂപയുടെ വരുമാനവുമായി 2ാം സ്ഥാനത്തെത്തിയെങ്കിലും ലാഭവിഹിതത്തിന്റെ കാര്യത്തിൽ മറ്റാരേക്കാളും മുന്നിലാണ്. പതിറ്റാണ്ടുകളായുള്ള അവരുടെ പ്രവൃത്തി പരിചയമാണ് ഈ ലാഭത്തിന് പിന്നിലെ രഹസ്യം. ഇതിനു പുറമെ ഒരു ജർമ്മൻ ട്വിസ്റ്റ് കൂടി ഈ വിഭാഗത്തിനുണ്ട്. ഇതിന്റെ വരുമാനത്തിൽ ഒരു വലിയ പങ്ക് ഇന്ത്യയിൽ നിന്നാണെങ്കിലും 16% വരുന്നത് ജർമ്മനിയിലെ യൂണിറ്റിൽ നിന്നുമാണ്. ഏറ്റവും ഒടുവിലായി വളർന്നു വരുന്ന ഇൻഡസ്ട്രിയൽ ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗം 1,102 കോടി രൂപയുടെ വരുമാനവുമായി കമ്പനിയുടെ വൈവിധ്യവൽക്കരണത്തിന് കരുത്തേകുന്നുണ്ട്. ചുരുക്കത്തിൽ വേഗതയും അനുഭവ സമ്പത്തും നൂതനത്വവും ഒത്തുചേരുന്ന ഒരു അപൂർവ ബിസിനസ് മിശ്രിതമാണ് ഇന്ന് ക്രാഫ്റ്റ്സ്മാൻ ഓട്ടോമേഷൻ. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ക്രാഫ്റ്റ്സ്മാൻ ഓട്ടോമേഷന്റെ ഓഹരി പങ്കാളിത്തത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ വ്യക്തിഗത നിക്ഷേപകരെക്കാൾ ഉപരിയായി സ്ഥാപനപരമായ നിക്ഷേപകർക്ക് അഥവാ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് കമ്പനിയിലുള്ള താല്പര്യം വർദ്ധിച്ചതായി കാണാം. 2021 59.76% പ്രൊമോട്ടർ വിഹിതം 2026 48.7% കുറഞ്ഞത് പ്രൊമോട്ടർമാർ ഓഹരികൾ വിറ്റഴിച്ചതുകൊണ്ടല്ല, മറിച്ച് കമ്പനിയുടെ ഷെയർ ബേസ് വികസിച്ചതുകൊണ്ടോ പുതിയ നിക്ഷേപകർ കടന്നു വന്നതുകൊണ്ടോ ആണ്. വാർഷിക റിപ്പോർട്ടുകൾ പ്രകാരം മുഖ്യ പ്രൊമോട്ടറായ S രവിയുടെയും S മുരളിയുടെയും കൈവശമുള്ള ഓഹരികളുടെ എണ്ണത്തിൽ മാറ്റമില്ല എന്നത് ഇതിന് തെളിവാണ്. നിലവിൽ 44.01% ഓഹരികളുമായി S രവി തന്നെ കമ്പനിയുടെ അമരത്തുണ്ട്. ചുരുക്കത്തിൽ കമ്പനിയുടെ ഉടമസ്ഥാവകാശത്തിൽ ശതമാനത്തിൽ സ്വാഭാവികമായ ഒരു പുനഃക്രമീകരണം നടന്നു എന്നതിലുപരി സ്ഥാപനാപരമായ നിക്ഷേപകർക്ക്
നിക്ഷേപകർക്ക് കമ്പനിയോടുള്ള താൽപര്യം വർദ്ധിച്ചതായാണ് മാറ്റങ്ങൾ സൂചിപ്പിക്കുന്നത്. 2021 വെറും 3.83% വിദേശ നിക്ഷേപകരുടെ വിഹിതം 2026 15.19%, ആഭ്യന്തര നിക്ഷേപകരുടേത് 12.52% നിന്നും 28.29% കുതിച്ചുയർന്നു. അതേസമയം സാധാരണക്കാരായ റീറ്റെയിൽ നിക്ഷേപകരുടെ പങ്കാളിത്തം 23.89% നിന്നും 7.82% കുറയുകയും ഓഹരി ഉടമകളുടെ എണ്ണം പകുതിയിലധികമായി ചുരുങ്ങുകയും ചെയ്തു. ഇതോടെ കമ്പനിയുടെ ഓഹരികൾ വൻകിട നിക്ഷേപകരിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയും പൊതുവിപണിയിൽ ലഭ്യമായ ഓഹരികളുടെ അളവ് കുറയുകയും ചെയ്തു. വൻതോതിലുള്ള ഏറ്റെടുക്കലും വികസന പ്രവർത്തനങ്ങളും കടം കുറയ്ക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്ന ഈ സാഹചര്യത്തിൽ വൻകിട സ്ഥാപനങ്ങളുടെ കൃത്യമായ നിരീക്ഷണവും ഇടപെടലും ക്രാഫ്റ്റ്സ്മാൻ ഓട്ടോമേഷന്റെ സുസ്ഥിരമായ വളർച്ചയ്ക്ക് അതീവ നിർണായകമാണ്. ക്രാഫ്റ്റ്സ്മാൻ ഓട്ടോമേഷന്റെ ഏർണിംഗ്സ് പെർ ഷെയറിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ദീർഘകാല അടിസ്ഥാനത്തിൽ ലാഭം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും അതൊരു നേർരേഖയിലുള്ള വളർച്ചയായിരുന്നില്ല എന്ന് കാണാം. 2010 വെറും 7.34 രൂപയായിരുന്ന EPS പല കുതിച്ചുചാട്ടങ്ങൾക്കും തിരുത്തലുകൾക്കും ശേഷം 2024 144 രൂപ എന്ന റെക്കോർഡ് നിലവാരത്തിലെത്തുകയും പിന്നീട് 2025 81.55 രൂപയിലേക്ക് മാറുകയും ചെയ്തു. ലാഭവിഹിതം നൽകുന്ന കാര്യത്തിൽ കമ്പനി എന്നും മിതത്വം പാലിക്കുന്നവരാണ്. 2023 24 11.25 രൂപ വീതം നൽകിയെങ്കിലും ലാഭം കുറഞ്ഞ 2025 ഇത് 5 രൂപയായി ചുരുങ്ങി. കമ്പനിയുടെ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എപ്പോഴും ഒറ്റയക്കത്തിൽ ഒതുങ്ങി നിൽക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. ലഭിക്കുന്ന ലാഭത്തിന്റെ വലിയൊരു പങ്ക് ഓഹരി ഉടമകൾക്ക് വീതിച്ച് നൽകുന്നതിന് പകരം കമ്പനിയുടെ തന്നെ വികസന പ്രവർത്തനങ്ങൾക്കായി പുനർനിക്ഷേപം നടത്താനാണ് അവർ മുൻഗണന നൽകുന്നത് എന്നാണ് ഇവിടം വ്യക്തമാകുന്നത്. ക്രാഫ്റ്റ്സ്മാൻ ഓട്ടോമേഷന്റെ സാമ്പത്തിക ഭദ്രത പരിശോധിച്ചാൽ വരുമാനത്തിൽ വമ്പിച്ച വളർച്ച ഉണ്ടായെങ്കിലും ലാഭക്ഷമതയിൽ ചില ഏറ്റക്കുറച്ചിലുകൾ പ്രകടമാണ്. 2010 വെറും 189.76 കോടി രൂപയായിരുന്ന മൊത്തം വിൽപ്പന 2025 5690.48 കോടി രൂപയായി കുതിച്ചുയർന്നു. എന്നാൽ 2024 337.33 കോടി രൂപയായിരുന്ന ലാഭം ചിലവ് വർദ്ധിച്ചതിനെ തുടർന്ന് 2025 200.87 കോടി രൂപയായി കുറഞ്ഞിരുന്നു. ലാഭത്തിന്റെ വലിയൊരു പങ്ക് ഡിവിഡൻഡായി നൽകാതെ ബിസിനസ്സിൽ തന്നെ നിലനിർത്തിയതിനാൽ കമ്പനിയുടെ ആസ്തി മൂല്യം 2856 കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. കടബാധ്യതകൾ 2054.26 കോടി രൂപയായി വർദ്ധിച്ചെങ്കിലും ആസ്തികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് നിയന്ത്രണ വിധേയമാണ്. 2025 മാത്രം ഏകദേശം 1764 കോടി രൂപയുടെ വലിയൊരു നിക്ഷേപം കമ്പനി അടിസ്ഥാന സൗകര്യ വികസനത്തിനായി നടത്തിയിരുന്നു. പ്രവർത്തനങ്ങളിൽ നിന്നുമുള്ള പണമൊഴുക്ക് അഥവാ ക്യാഷ് ഫ്ലോ ലാഭത്തെക്കാൾ കൂടുതലാണ് എന്നത് കമ്പനിയുടെ സാമ്പത്തിക ആരോഗ്യത്തെ സൂചിപ്പിക്കുന്നുണ്ട്. എങ്കിലും മൂലധന നിക്ഷേപത്തിനനുസരിച്ച് ലാഭം ഉയരാത്തതിനാൽ ROC 2024 21.6% നിന്നും 2025 11.98% കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും വിപണിയിൽ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 2021 അപേക്ഷിച്ച് 4 ഇരട്ടിയോളം വർദ്ധിച്ചതായും PE റേഷ്യോ 59.59 ടൈംസ് ആയി ഉയർന്നതും നിക്ഷേപകർക്ക് ഈ കമ്പനിയുടെ ഭാവിയിലുള്ള വലിയ പ്രതീക്ഷയാണ് കാണിക്കുന്നത്. ക്രാഫ്റ്റ്സ്മാൻ ഓട്ടോമേഷൻ എന്നത് സങ്കീർണതകളെ തന്ത്രപരമായി കൈകാര്യം ചെയ്യുന്ന ഒരു കമ്പനിയാണ്. പ്രത്യക്ഷത്തിൽ 3 വ്യത്യസ്ത ബിസിനസ്സുകളായി തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ ഇത് മെറ്റൽ പ്രോസസ്സിംഗ്, അലുമിനിയം ലൈറ്റ് വെയ്റ്റിംഗ്, എഞ്ചിനീയർഡ് സ്റ്റോറേജ് എന്നിവയെ അടിസ്ഥാനമാക്കി കൃത്യമായ പ്ലാനിങ്ങിലൂടെ കെട്ടിപ്പടുത്ത ഒരു നിർമ്മാണ ആവാസ വ്യവസ്ഥയാണ്. കോയമ്പത്തൂരിലെ ഒരു സാധാരണ മെഷീനിസ്റ്റിൽ നിന്നും വിവിധ രാജ്യങ്ങളിലേക്കും മേഖലകളിലേക്കും സാന്നിധ്യമുള്ള ഒരു പ്രമുഖ ഓട്ടോ സപ്ലയറായുള്ള ഇവരുടെ മാറ്റം വിജയകരമായി പൂർത്തിയായി കഴിഞ്ഞു. ഇനി വരാനിരിക്കുന്ന 24 മാസങ്ങൾ കമ്പനിയെ സംബന്ധിച്ച് അതീവ നിർണായകമാണ്. പ്രവർത്തന ലാഭത്തിലെ വളർച്ച കമ്പനിയുടെ കടബാധ്യതകൾ തിരിച്ചടയ്ക്കുന്നതിനുള്ള വേഗതയുമായി ഒത്തുപോകുന്നുണ്ടോ എന്നതാണ് ഇനിയുള്ള നിരീക്ഷണം. ലാഭം കൃത്യമായി ഉയരുകയാണെങ്കിൽ നിക്ഷേപകർക്ക് ഈ കമ്പനിയിലുള്ള വിശ്വാസം ഇരട്ടിയായേക്കാം. മറിച്ചാണെങ്കിൽ കമ്പനിയുടെ കടബാധ്യതകൾ ചർച്ചാ വിഷയമാവുകയും ചെയ്തേക്കും.